ഹായ് ഫ്രണ്ട്സ്, ഇന്ന് രാവിലെ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു മോനെയും കൊണ്ട്. അവൻ്റെ വെളുപ്പാങ്കാലത്ത് പെട്ടെന്നൊരു പനിയും ശ്വാസം മുട്ടലും വെച്ചാൽ മൂക്ക് അടഞ്ഞിരുന്നിട്ടായിരിക്കണം അവന് ശ്വാസം എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കണക്കും. അങ്ങനെ ഇവിടെ വന്ന് ഓക്സിജൻ ലെവലൊക്കെ നോക്കിയപ്പം കുഴപ്പമില്ല, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എനിക്ക് തോന്നി മൂക്ക് അടഞ്ഞിരുന്നതിൻ്റെ ബുദ്ധിമുട്ടായിരിക്കണം. ഇവനാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് എന്തെങ്കിലും വന്നാൽ ആകെ അങ്ങ് ഡൗൺ ആവും, ഒട്ടും വയ്യാത്ത കണക്ക്. പിന്നെ ഒരു ട്രിപ്പൊക്കെ കൊടുത്ത് ടെമ്പറേച്ചറൊക്കെ നോക്കിയപ്പോൾ പനി ഉണ്ടായിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അവനൊരു ട്രിപ്പൊക്കെ കൊടുത്ത് മരുന്നൊക്കെ മേടിച്ച് ഇറങ്ങി. വന്ന വഴിക്ക് ഒരു ചായ കുടിക്കാൻ കയറി. അപ്പോഴേക്കൊക്കെ നേരെ ഒരുവിധം വെളുത്തായിരുന്നു. പിന്നെ അവിടെ ഒരു മാമൻ, ലോട്ടറി വിൽക്കുന്ന മാമൻ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ലോട്ടറിയൊക്കെ എടുത്ത് ചായ കുടിക്കാൻ നിന്നു. ഒരുപാട് പേര് അമ്മമാരൊക്കെ അവിടെ ചായ കുടിക്കാനിരിക്കുന്നു. പിന്നെ ട്രിപ്പൊക്കെ കൊടുത്തപ്പോൾ ആളൊത്തിരി ഉഷാറായിരുന്നു. ആ സമയത്തും കുറച്ച് വണ്ടിയൊക്കെ ഇങ്ങനെ പോണേ ഉള്ളൂ, ഇങ്ങനെ നേരം വെളുത്ത് വരണേ ഉള്ളൂ. ആൾക്കാരൊക്കെ ഇങ്ങനെ ചായ കുടിക്കാനും. പിന്നെ നമ്മളൊരു ചായയൊക്കെ മേടിച്ച് അവരോട് ബിസ്ക്കറ്റ് മേടിച്ച് കൊടുത്ത് അതെല്ലാം ആ പട്ടിക്ക് തന്നെ കൊടുത്തുപോയി. പിന്നെ വന്നുടനെ അവൻ കിടത്തയായി. അവന് ഏറ്റവും ഇഷ്ടം അവിടെ കിടക്കാനാണ്. പിന്നെ കുറച്ച് വെള്ളം കൊടുക്കണതിൻ്റെ പാടാണ്. അത് ഭയങ്കര ചൂടെന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒരു ശകലം എങ്ങനെയെങ്കിലും കുടിപ്പിച്ചെടുക്കും. പിന്നെ ഉച്ചയ്ക്കൊന്നും ഉണ്ടാക്കിയില്ല എന്നല്ല, കഞ്ഞിയും പയറുമായിരുന്നു. പിന്നെ എല്ലാവരുമൊക്കെ രാവിലെ എണീറ്റതിൻ്റെ ക്ഷീണം എല്ലാം കൂടെയൊക്കെ ആയതുകൊണ്ട് കഞ്ഞിയെ കുടിച്ചിട്ട് കുറച്ച് നേരം കിടന്നു. പിന്നെ ചേട്ടൻ പറഞ്ഞ് നമുക്ക് വൈകിട്ട് വാഴയ്ക്കപ്പം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ കുറച്ച് പഴം ഇരുന്ന്, ഞാൻ ഒരു പഴത്തിനെ ഇത്രയും കുഞ്ഞാക്കണത് ഇവിടെ കട്ടിയുള്ളത് ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ ചെറുതാകുമ്പോൾ എല്ലാവരും കഴിക്കുകയും ചെയ്യും. അതാണ് ഞാൻ ഈ ഒരു പഴത്തിനെ ഇത്രയൊക്കെ ആക്കണം. ആരും ഒന്നും വിചാരിക്കല്ലേ. അങ്ങനെ പെട്ടെന്ന് കുഞ്ഞു കുഞ്ഞു പീസാക്കി അത് കഴിക്കാൻ സുഖം അതാണെന്ന് തോന്നണം. അല്ലെങ്കിൽ അത് കട്ടി പോലെ ഇരിക്കൂലേ. എല്ലാവർക്കും ഓരോ ഇഷ്ടമായിരിക്കും. ഞാൻ അങ്ങനെ കട്ടി കുറച്ചിട്ട്, പിന്നെ അതിൻ്റെ തോട് നമ്മളെ പോത്തൂട്ടന് കൊടുക്കാമല്ലോ, അതും അപ്പോഴത്തന്നെ അങ്ങ് അരിഞ്ഞു. അല്ലെങ്കിൽ പിന്നീട് അതൊരു പണിയായിരിക്കും. എൻ്റെ കൂട്ടത്തിലാകുമ്പോൾ അതും അങ്ങ് നടന്നു. പിന്നെ മാവെടുക്കാൻ അതിൻ്റെ പാത്രം എടുക്കാൻ മെഗലാണ്. എല്ലാ പാത്രവും എടുക്കൂല. എൻ്റെ അടുക്കള കുഞ്ഞടുക്കളയാണ്. അപ്പോൾ എല്ലാം കൂടി വലിച്ചു വാരി എനിക്ക് ആവശ്യത്തിനുള്ള കുറച്ച് പാത്രം മാത്രമേ ഞാൻ താഴെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ മുകളിൽ നിന്ന് എടുത്തിട്ട് പിന്നീട് കഴുകി അങ്ങ് മുകളിൽ വയ്ക്കും. ഇതിപ്പോൾ മൈദാമാവും മഞ്ഞപ്പൊടി, പഞ്ചസാര, കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് നെയ്യും കൂടി ഒഴിക്കും. നെയ്യ് എനിക്ക് അമ്മാമ്മ പറഞ്ഞു തന്നെയാണ്. അതൊരു പ്രത്യേക, ഉള്ളപ്പം ചേർക്കോളും, അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അതുണ്ടാക്കി നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണേ. വാഴയ്ക്കപ്പത്തിൽ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ അത് വെള്ളം ഒഴിച്ച് നമ്മൾ കേക്കിൻ്റെ ഒരു പരുവയില്ലേ, ആ പരുവത്തിനാക്കണം. വെള്ളം കൂടിയും പോകരുത്, കുറഞ്ഞും പോകരുത്. അങ്ങനെ കറക്റ്റ് കലക്കി. അപ്പോഴേക്ക് കളർത്തി കുറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയൊക്കെ ഇട്ട് നന്നായിട്ട് തരിയില്ലാത്ത രീതിക്ക് അത് കറക്കി നന്നായിട്ട് ഇതാക്കി എടുക്കണം. പിന്നെ അങ്ങനെ ആക്കി വെച്ചിട്ട് ഞാൻ കുറച്ച് നേരം വെച്ചിരിക്കണമല്ലോ. പിന്നെ ഞാൻ അത് വെച്ചിട്ട് ആ നേരം നമുക്ക് വീട് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാനാണെങ്കിൽ ഹാൾ തൊട്ടാണ് തൂത്ത് തുടങ്ങുന്നത്. വെച്ചാൽ ഹാളിൽ നിന്ന് തുടങ്ങി പിന്നെ 2 റൂം, നമ്മളെ വീട്ടിൽ 2 റൂം, ഒരു ഹാള്, 2 റൂം, 2 ബാത്റൂം, ഒന്ന് അറ്റാച്ച്ഡ്, ഒന്ന് കോമൺ, പിന്നെ ഒരു കിച്ചൺ. ഇത്രയേ ഉള്ളൂ. കുഞ്ഞു വീടാണ് നമ്മളെ. പിന്നെ ഒരു റൂമിൽ നമ്മളെ റൂമിൽ ചേട്ടൻ കയറി കിടന്നു. പിന്നെ കിടക്കണതിൻ്റെ ഇടയ്ക്ക് ഞാൻ ക്യാമറയും കൊണ്ട് ചെന്ന് എനിക്ക് വിലക്കിയിട്ട്. പിന്നെ മോളെ റൂമിൽ ചെന്നപ്പോഴാണ് ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. നമ്മൾ പണ്ട് ഷെഡിലായിരുന്നു. അപ്പോൾ അവിടെ എപ്പോഴും ഇങ്ങനെ ഊരണോ പാമ്പ് അങ്ങനെയൊക്കെ കണ്ട് പേടിച്ചും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഈ ജന്നൽ തുറന്നിടണം ഭയങ്കര ഇഷ്ടമാണ്. റൂമിലും എല്ലായിടത്തും വെട്ടം വേണം. അപ്പോൾ എനിക്ക് ജന്നൽ തുറന്നിടാൻ പേടി കരുതി ഞാൻ ഉണ്ടാക്കിയ സാധനമാണിത്. ഇപ്പോൾ ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടും, പക്ഷേ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. നമ്മളാ കൊതുക് വലയില്ലേ, അത് മേടിച്ചിട്ട് ഡബിൾ സ്റ്റിക്കർ ഉണ്ടല്ലോ, അത് 4 സൈഡും വെച്ചിട്ട് അടിച്ചതാണ്. അത് നിങ്ങൾക്കും കൂടി അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ മേടിക്കാനും കിട്ടും. എൻ്റെ റൂമിലും ഉണ്ട്, നമ്മൾ കിടക്കുന്ന റൂമിലും അങ്ങനെ ഒരു ജനലിൻ്റെ അവിടെ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ അവരെ റൂമൊക്കെ ഞാൻ തൂത്ത് വാരി പെട്ടെന്ന്. പിന്നെ അടുക്കളയും തൂത്ത്
പക്ഷേ ഇവർ തന്നെ കുറേയൊക്കെ നീറ്റാക്കി ഇടും. എന്നുവെച്ചാൽ അവരൊരു റൂം അവരവർ വൃത്തിയാക്കണം. അല്ലെങ്കിൽ ഞാൻ നല്ല വഴക്ക് പറയും. അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും. പിന്നെ ജസ്റ്റ് ഞാൻ തൂക്കണ സമയം ഒന്ന് തൂത്ത് കട്ടിലിൻ്റെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നീറ്റാക്കി ഇട്ട് കൊടുക്കും. അവരെല്ലാം ഒതുക്കി വയ്ക്കും. ഞാനെങ്കിൽ വഴക്ക് പറയും. എല്ലാം കൂടി നമ്മളങ്ങനെ ചെയ്യണത് ശരിയല്ല. അവരെ കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. പിന്നെ ഞാൻ ജസ്റ്റ് തൂക്കുന്ന സമയത്തൊക്കെ തൂത്തിടും. അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് തൂത്തിറങ്ങി അടുക്കളയും തൂത്ത് അപ്പോഴേക്കും നമുക്ക് തൂത്ത് കഴിയുമ്പോൾ കുറച്ച് നീറ്റാവും. പിന്നെ നമുക്കിനി അടുത്ത വാഴയ്ക്കപ്പം ഉണ്ടാക്കണ്ടേ. എപ്പോഴും വേസ്റ്റ് ബക്കറ്റ് അവിടെ വെച്ചിരിക്കും. എന്നുവെച്ചാൽ അപ്പുറത്തും ഇപ്പുറത്തും എടുത്ത് എറിയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വൈകുന്നേരം മുറ്റം തൂക്കണ സമയത്ത് ഈ വേസ്റ്റ് എല്ലാം കൂടി മുറ്റം തൂക്കുന്ന ആ ചവറും എല്ലാം കൂടി നമ്മൾ അല്ലെങ്കിൽ ഒരു സൈഡ് കൂട്ടിയിട്ടിട്ട് കുറച്ചാകുമ്പോഴാണ് കത്തിക്കുന്നത്. അപ്പോൾ അവിടെ കൊണ്ടിടും. പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ ആ കുഞ്ഞ് അടുക്കള നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. ഇപ്പോൾ കുറച്ച് നീറ്റൊന്നും അല്ലാതെയാണ് കിടക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പഴവും അരിഞ്ഞ് വെച്ചതും ഇത് മറ്റേ മാവും കലക്കി വെച്ചതുമാണ് ഇരിക്കാം. ബാക്കിയൊക്കെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് കുഞ്ഞടുക്കളയാണ്. അതാണ് ഞാൻ അധികം പാത്രമൊന്നും വെക്കാത്ത. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വേഗത്തിൽ നമ്മൾ കലക്കി വെച്ച മാവ് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി പിന്നെ വാഴയ്ക്കപ്പത്തിന് പഴം മുക്കി അതിനകത്തിട്ട് നല്ല മൊരിഞ്ഞ് വന്നേട്ടാ. നല്ല മണമായിരുന്നു. വെളിച്ചെണ്ണയിലായിരുന്നു ഞാൻ വാഴയ്ക്കപ്പം ഉണ്ടാക്കിയതും. അതും മറ്റേ നെയ്യും കൂടി മാവിലുമുണ്ടല്ലോ, അതും കൂടി ആയിട്ട് നല്ല മണമായിരുന്നു. പിന്നെ ചായക്കും കൂടി വെച്ച് കൊടുത്തു. അപ്പോൾ രണ്ടും കൂടി ഒത്താവുമല്ലോ. ഫസ്റ്റ് ഉണ്ടാക്കണതും ഈ ചായയും കൂടി അവർക്ക് കൊടുക്കാമല്ലോ. അതിനിടയ്ക്ക് ചായക്ക് മുമ്പ് തന്നെ വാഴയ്ക്കപ്പം ആയായിരുന്നു ആദ്യത്തെ ട്രിപ്പ്. പിന്നെ അപ്പോഴേക്കും രണ്ടാമത്തെ ട്രിപ്പ് വെച്ചപ്പോഴേക്കും നമുക്ക് ചായക്കുള്ളത് തിളച്ച് തേയില ഇട്ട് കൊടുത്ത് അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നമുക്ക് ഏലയ്ക്ക ഇഞ്ചി ഇടണം എനിക്കിഷ്ടമാണ്. ഇന്നിപ്പോൾ ഞാൻ പെട്ടെന്നായതുകൊണ്ട് ഏലയ്ക്ക മാത്രം വേഗത്തിൽ ചതച്ചിട്ട് കൊടുത്തു. അപ്പോഴേക്കും നമ്മളെ ചായ നല്ല തിളച്ച് വന്നു. പിന്നെ ഇവിടെ നല്ല ചൂട് വേണം. ഒരുപാട് അടിച്ച് തണുപ്പിക്കണമെന്ന് ചേട്ടന് ഇഷ്ടമല്ല. നല്ല ചൂടോടെ കുടിക്കണം. പിന്നെ കട്ടിക്ക് നല്ല സ്ട്രോങ് ആയിരിക്കണം. എന്നും ചായ കുടിക്കൂല. ഇടയ്ക്ക് ഇങ്ങനെ കൊതിയുള്ള സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ വയ്യായികയൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ ചായ കുടിക്കുള്ളൂ. അല്ല സ്ഥിരം ഇങ്ങനെ ചായ കുടിക്കണം അങ്ങനെയില്ല. ഇവിടെ മക്കൾക്കുമില്ല എനിക്കുമില്ല, നമുക്ക് ആർക്കുമില്ല. പിന്നെ അപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് 4 പേർക്കും ചായ അതും ഒരുപാട് വലിയ ഗ്ലാസ്സിലും കുടിക്കില്ല, കുറച്ച് ചായ കുടിക്കുള്ളൂ, ചെറിയ കോപ്പയിൽ. പിന്നെ എല്ലാവരും കൂടി ചായ കുടിക്കാനായിട്ടിരുന്നു. മോള് വരൂല കേട്ടോ. മോള് അമ്മ വീഡിയോ എടുക്കല്ലേ അമ്മ എന്ന് പറഞ്ഞാൽ അവൾ ഓടിക്കളയും. പിന്നെ അച്ഛനും മോനും കൂടി കളിയാക്കും. അങ്ങനെ കളിയാക്കി ഇരിക്കുകയാണ് അവിടെ. അപ്പം നമ്മൾ വൈകുന്നേരം ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.